നിസ്കരിക്കാതെ നടക്കുന്ന മക്കളുണ്ടോ? ഒന്ന് ഉപദേശിക്കാമോ വാപ്പാ? ആ നിസ്കാരത്തിന്റെ ഗൗരവം പറഞ്ഞു കൊടുക്ക്, അവര് വിജയിക്കട്ടെ. നിസ്കരിക്കാത്തവരെന്ത് വിലയാ ദീനിലുള്ളത്? ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ ഇസ്മ റബ്ബിഹി ഫസല്ലാ. അല്ലാഹുവിനെ ഓർത്തവരല്ലേ, നിസ്കരിച്ചവരല്ലേ, അവരല്ലേ തസ്കിയത്തുൻ നഫ്സ് നേടിയെടുത്തവര്, അവരല്ലേ വിജയിച്ചവര്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون. തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചിട്ടുണ്ട്. എങ്ങനത്തെവരാണവര്? നിസ്കാരത്തിന്റെ കാര്യം ഗൗരവത്തോടുകൂടെ കാണുന്നവരാണ്. ദീനിന്റെ തൂണിൽ പെട്ടതാ നിസ്കാരം. ഈമാൻ കഴിഞ്ഞാൽ പിന്നിതാ വിസ്താരം. വിജയം അതിലുണ്ടെന്നു വന്നാൽ പിന്നെ നിറത്തുള്ളതാ മറ്റുള്ളതെല്ലാം തന്നെ. മോനെ, ദീനിന്റെ നെടുന്തൂണാണ്. പെങ്ങളെ, ഒരു നിസ്കാരവും കളയല്ലേ. ഒരു കല്യാണത്തിന്റെ പേരിലോ, സൽക്കാരത്തിന്റെ പേരിലോ, ടൂറിന്റെ പേരിലോ, കലാലയത്തിന്റെ പേരിലോ ഒരു നിസ്കാരവും ഖളാകല്ലേ. ഒരാളും നിസ്കാരം ഖളാക്കി പോകരുത്. അള്ളാഹുവിലേക്ക് ചേരാൻ, വിജയത്തിലേക്ക് എത്തിച്ചേരാൻ നിസ്കാരം നഷ്ടപ്പെടുത്തിയവനക്ക് കഴിയൂല. ആരോ നമസ്കാരം ഒഴിച്ചാൽ പിന്നെ ഒരു സ്ഥാനവും ഇസ്ലാമിലില്ല പൊന്നേ. ജനദൃഷ്ടിയിൽ മതിപ്പുള്ളതായി ഗണിക്കപ്പെടും, മതദൃഷ്ടിയിൽ അവൻ ഹീനനായി തള്ളപ്പെടും. അവൻ നാളെ ഫിർഔനോടുകൂടി വരുന്നതാ. ഹാമാനും അവനോടൊപ്പമായി കാണുന്നതാ. നാളെ നീ ഫിർഔന്റെ കൂടെയാണ്, നീ ഹാമാന്റെ കൂടെയാണ്. അള്ളാനെ ധിക്കരിച്ച് നടന്ന ശത്രുക്കളെ കൂടെ കിടക്കേണ്ടി വരും മോന്. നിസ്കാരം തള്ളല്ലേ, ഒഴിവാക്കല്ലേ. ഒരു സാഹചര്യത്തിലും നിസ്കാരം മാറ്റിവെക്കല്ലേ പെങ്ങളെ. ഏത് സാഹചര്യത്തിലും നമ്മൾ നിസ്കാരം മുറുകെ പിടിക്കണം. അത് വിജയുടെ അടയാളമാണ്.